അങ്ങനെ യു എയിൽ മഴ എത്തിയിരിക്കുകയാണ്. 2026 മാർച്ച് 24 മഴയുടെ ആദ്യത്തെ തുടക്ക ദിവസം. അപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ നമുക്ക് വളരെ മനോഹരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവാണ് കേട്ടത്. അപ്പോൾ ഹെവി റെയിൻ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് ചിന്തിച്ചിരുന്നിട്ടിരുന്നു. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ നല്ല മഴ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ അൽഖേൽ റോഡാണ്. ദുബായ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിസിനസ് ബേ ക്രോസിങ്, ദെൻ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, റാഷിദിയ, ആ ഭാഗത്തുകൂടിയാണ് ഞാൻ വരുന്നത് ഷാർജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി എത്താറായപ്പോൾ തന്നെ നല്ല രീതിയിൽ വൈപ്പറൊക്കെ ഓൺ ചെയ്യേണ്ടി വന്നു. നല്ല രീതിയിൽ മിസ്റ്റ് പോലെയൊക്കെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ വൈപ്പറൊക്കെ അടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ സാരമാക്കിയില്ല, വീണ്ടും മുന്നോട്ട് തന്നെ കുതിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് ട്രാഫിക് ആവുന്നതിന് മുന്നേ ഞാൻ യാത്ര തിരിച്ചു. പക്ഷേ നല്ലൊരു ഫീലായിരുന്നു ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ തിരക്കില്ല, എന്നാലും വണ്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തിക്കയറ്റി വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് DFCയുടെ സൈഡിലെത്താറായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെറുതായിട്ട് ട്രാഫിക് തുടങ്ങി. ഇവിടെ ഓൾമോസ്റ്റ് വൈകുന്നേര സമയങ്ങളിൽ നല്ല ട്രാഫിക് വരും, കാരണം രണ്ട് ലൈനിൽ നിന്ന് ഒരു ലൈനിലേക്ക് മെർജ് ചെയ്യുന്ന സ്ഥലം കൊണ്ട് തന്നെ വരുന്ന വണ്ടികളും പോകുന്ന വണ്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ യാത്ര തിരിച്ചിപ്പോൾ റാഷിദിയെ എത്താറായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റക്കായിപ്പോയി, കാരണം അവിടെ ഹെവി റെയിൻഫോളായിട്ട് വണ്ടികളെല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ലൈനിൽ തന്നെ നിന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡ് പിടിച്ച് മാത്രം പോയി. നമ്മൾ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത്രയും നല്ല റെയിൻഫോളായിരുന്നു. വണ്ടി ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് സ്പീഡ് 5-ലാണ്, പക്ഷേ 5-ലിട്ടിട്ടും വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ ഞാൻ അത്രയും നേരം ഏകദേശം ഒരു 20 മിനിറ്റ്സൊക്കെ ആ ലൈനിൽ തന്നെ നിന്നു. ഏകദേശം ഒരു 100 മീറ്റർ പോകാൻ 20 മിനിറ്റ്സൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് വന്നെങ്കിലും വീണ്ടും റൈറ്റിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ, റൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ലൈനിന് സ്ട്രെയിറ്റ് പോകുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്ന് ഒരിക്കലും വീട്ടിലെത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്ട്രെയിറ്റ് നമ്മുടെ മെട്രോയുടെ സൈഡിൽ കൂടെ എടുത്ത് റാഷിദിയ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് സ്ട്രെയിറ്റ് പോയി അങ്ങനെ E311, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്ന് പറയുന്ന നമ്മുടെ ഇമിറേറ്റിലെ പല ഇമിറേറ്റുകളെയും ബന്ധപ്പെടുത്തുന്ന റോഡാണ് ബിൻ സായിദ് റോഡ്. അപ്പോൾ ആ റോഡിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലുള്ള വണ്ടികളൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള ട്രാഫിക് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടിച്ച് അധികം തിരക്കൊന്നുമില്ലാതെ റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് 1.0-ലാണ് നമ്മുടെ സ്പീഡ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വീഡിയോ അധികം ലാഗ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 5 സ്പീഡിലിട്ടിരിക്കുന്നത്. അപ്പോൾ അധികം ട്രാഫിക്കൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളുടെ ആ ഒരു വൈപ്പർ, ഒരു ഷവർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലൈനിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഏറ്റവും ലാസ്റ്റ് ലൈനിലേക്ക് എത്തി, അല്ലെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല എന്നറിയാമോ. ഇപ്പോൾ നമ്മൾ മുഹൈസിന എത്താറായി. അപ്പോൾ അവിടെ ലുലു വില്ലേജിൻ്റെ ആ ഭാഗത്തുള്ള പെട്രോൾ പമ്പാണ് കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നമുക്ക് ഡിലേ ആയി, കാരണം എല്ലാ സ്ഥലത്തു നിന്നും ബ്ലോക്കായിട്ട്. പിന്നെ എത്തിയത് നമ്മുടെ എക്സലൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിലെ സീനാണ്. അവിടുത്തെ സിഗ്നലിൽ നിന്ന് വണ്ടികളൊന്നും ഫ്രണ്ടിലേക്ക് പോകുന്നില്ല, അതായത് കിസീസ് ഭാഗത്തേക്ക് വണ്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോകാനുള്ള ബസ്സായിരുന്നു. അപ്പോൾ ഈ ബസ്, എൻ്റെ ഫ്രണ്ടിലുള്ള ബസ് ഏതെങ്കിലും വഴിക്ക് പോകുന്ന രീതിയിൽ അവിടുന്ന് തിരിച്ച് യൂട്ടേണെടുത്ത് പോകാനുള്ള പരിപാടിക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനാകെ പെട്ടു, ഞാനതിൻ്റെ ബാക്കിലും പെട്ടു. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ കാണിച്ചു ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്ക്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, വണ്ടി നേരെ സ്ട്രെയിറ്റ് ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിലൊക്കെ വണ്ടികൾ മുങ്ങി കിടക്കുന്നുണ്ടോ.
ജസ്റ്റ് ഒരു മൊമെൻറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ പുഴയായി. ഇവിടെയൊക്കെ വെള്ളം ശക്തമായിട്ട് അവിടെ നിന്ന് ഒലിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എത്തി ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വണ്ടി മുങ്ങുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സീനാകുമെന്ന് വിചാരിച്ചു. അപ്പുറത്തൊരു മിറ്റ്സുബിഷിയുടെ ഒരു നമ്മളെ പിക്കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും മുങ്ങിയിട്ടില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് എടുത്തു. പിന്നെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഒരുപാട് വേവ്സൊക്കെ വന്നത്. എന്നാലും സീനില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്ന അടുത്ത പിക്കപ്പ്. ഇവനെ ഞാൻ ഹോൺ അടിച്ച് കയറ്റി വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറിയാൻ. ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടെയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെയും നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ദുബായിൽ പിന്നെ ഈ മഴ അധികം എഫക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. 10% ഒക്കെ എഫക്റ്റ് ആയിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഷാർജ അജ്മാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഹിസേനയുടെ ഈ ഭാഗത്ത് തസ്ജീലിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ആ വാൻ പോയിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിച്ച് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല. റൈറ്റ് സൈഡിലെ മാൻഹോളൊക്കെ ഉണ്ടാവും. ആ മാൻഹോളൊക്കെ അത് തുറന്നു വെച്ചിട്ടും വെള്ളം പോകാതിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ഒക്കെ ഫുള്ളായെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കരടുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണമാണ് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ തഷീലിൻ്റെ ഇവിടെ എത്തി. ഇവിടെയും കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷാർജ റിംഗ് റോഡിലേക്ക് നേരെ പോയി കയറാണ് ഉണ്ടായത്. അതാണ് മഴയുടെ ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ട് കേട്ടോ.